എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ എനിക്കല്ല ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കുട്ടിയെ മേടിച്ചു. ഒരു ബോക്സർ ടൈപ്പ്, അത് തീരെ കുഞ്ഞ്. അപ്പം ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന പെറ്റാണ്. അപ്പം പട്ടി എൻ്റെ ഫാദറിനും പട്ടി ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പം എൻ്റെ ആദ്യത്തെ പെറ്റാണ്. അപ്പം ഞാനും ബോക്സി എന്നാണ് അതിനെ വിളിച്ചത്. ബോക്സി ഞാനും വളരെ ക്ലോസ് ആണ്. അപ്പം ഞാനാണ് അതിനെ എപ്പോഴും പുറത്ത് കൊണ്ടുവന്നു, അകത്ത് കൊണ്ടുവരുന്നു. പക്ഷെ തീരെ കുഞ്ഞാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് സമ്മർ വെക്കേഷനോ മറ്റോ വന്നു. ഞങ്ങൾക്ക് നാട്ടിൽ പോകേണ്ട വന്നു. ഇത് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡാഡിയുടെ സ്കൂട്ടർ ശരിയാക്കുന്ന ഒരു വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഈ പട്ടിക്കുട്ടിയെ ഏൽപ്പിച്ചേച്ച് ഞങ്ങൾ നാട്ടിൽ പോയി. അപ്പം എനിക്ക് ഒട്ടും മനസ്സില്ല നാട്ടിൽ പോകാൻ. അപ്പം നാട്ടിലെ അവധി സമയത്താണെങ്കിലും എൻ്റെ മനസ്സ് മുഴുവനും ബോക്സിയുടെ കൂടാണ്. അതിനെ ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുകയാണ്. അപ്പോൾ തിരിച്ചു ചെന്നപ്പോഴും അവിടെ നാട്ടിൽ നിന്ന് അവിടെ ചെന്നു, തിരുവനന്തപുരത്ത് ചെന്നു, വീട്ടിൽ ചെന്നു. അന്നേരം തന്നെ ഡാഡിയെ കൊണ്ട് ഞാൻ പോയി ബോക്സിയെ എടുക്കാനായിട്ട്. അവിടെ ചെന്നപ്പം ആ പട്ടിക്കുട്ടി അവിടെ ഇല്ല. അപ്പം നോക്കാൻ ഏൽപ്പിച്ച ആൾ പറഞ്ഞു അത് എവിടെയോ ഒരു ദിവസം എവിടെയോ അത് ഓടിപ്പോയെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര പ്രയാസമായി. 5-6 വയസ്സേ ഉള്ളൂ. അത്രയ്ക്ക് ഞാൻ ക്ലോസ് ആയിരുന്നു ആ പട്ടിയെ. അപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ പിള്ളേരൊക്കെ സൂയിസൈഡ് ചെയ്തേനെ, അത്രയും ടെൻഷൻ ഒക്കെ ഉണ്ടാവും. അന്ന് പിന്നെ ടിവിയും ഇന്റർനെറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും അന്നത്തെ പിള്ളേർക്ക് അറിയത്തില്ലായിരുന്നു. എനിവേ ഞാൻ ഒന്നും കഴിക്കാതെയൊക്കെ ആയി. കഴിക്കണമെന്ന് വേണ്ടാന്ന് വെച്ചിട്ടല്ല, പറ്റുന്നില്ല, അത്രയ്ക്ക് എനിക്കങ്ങ് പ്രയാസമായി. അപ്പം ഇത് കണ്ട് ഡാഡിക്കും പ്രയാസം. അപ്പം ഞാൻ സ്കൂളിലാണെങ്കിലും ഒക്കെ പോകുന്ന ഒരു സന്തോഷമില്ലാതെ അത് എന്നെ വല്ലാതെ കൊലച്ചു ആ സമയത്ത്. ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് ദൂരെ നിന്ന് കേൾക്കാം വീട്ടിൽ നിന്ന് വേറൊരു പട്ടിക്കുട്ടിയുടെ ശബ്ദം. അപ്പം ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് വേറൊരു പട്ടിക്കുട്ടി, ഒരു ഡാഷ് ഉണ്ടായിരുന്നു. അതെന്നെ കണ്ടതും ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് ചാടി കയറി. ഞാനപ്പോൾ ആദ്യമേ എക്സൈറ്റ്മെന്റിലും പേടിയിലും ഞാൻ ഓടി, അതും എൻ്റെ പുറകെ ഓടി. എനിവേ അത് എൻ്റെ രണ്ടാമത്തെ പെറ്റ്, ഒരു ഡാഷ് ഉണ്ടാകും, ടൈനി എന്നാണ് അതിന് ഞാൻ പേരിട്ടത്. അഗൈൻ ടൈനിയും ഞാനും വെരി ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നൊരു ഞാനൊരു കോളേജിൽ പഠിക്കുന്നത് വരെ അത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് ചത്തുപോയത്. വളരെ ക്ലോസാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിൽ വരേണ്ടി വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഈ ടൈനിക്കുള്ളൊരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അവിടെ വല്യമ്മച്ചി കോഴിയൊക്കെ അടവെച്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. കോഴിക്കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ടൈനി അകത്താക്കും. കോഴിയെ ഓടിച്ചിട്ട് ആ കോഴിക്കുഞ്ഞിനെ എടുക്കുക എന്നുള്ള പുള്ളിയുടെ ഒരു ഹോബിയാണ്. അപ്പം ഇതിന് അമ്മച്ചിക്ക് അപ്പോഴത്തേക്ക് ടൈനി എന്ന് പറയുന്ന ഒരു ശത്രുവായി. എനിക്ക് എൻ്റെ പെറ്റാണ്, ഞാൻ വളരെ വളരെ കെയർ എടുക്കുന്ന ഒരു പട്ടിയാണ്. എൻ്റെ കൂടാണ് എപ്പോഴും, ക്ലോസ് ഫ്രണ്ട് പോലെ. അപ്പം ഞാൻ അതിനെ ശാസിക്കാനും വഴക്ക് പറയാനും ഒക്കെ തുടങ്ങി. ഇപ്പോഴത്തേക്ക് അത് ഞാനുള്ളപ്പോൾ അത് അതിൻ്റെ അടുത്തോട്ടൊന്നും പോകത്തില്ല. കോഴിക്കുഞ്ഞിന് വളരെ എക്സ്ട്രാ ഡീസൻ്റ് ആണ്. പക്ഷെ ഞാൻ ഇല്ലാത്തപ്പോൾ ആരും കാണാത്തപ്പോൾ പോയി കോഴിക്കുഞ്ഞിനെ അകത്താക്കും. അപ്പോൾ ഇപ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴാണെങ്കിലും നമ്മൾ വല്ല വരുവാണെങ്കിലും അതൊരു ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ എല്ലാം കൂടെ എല്ലാം കാണും. കോഴിക്കുഞ്ഞിൻ്റെ ആ ഫെതേഴ്സ് എല്ലാം അവിടെ കാണും. പക്ഷെ ഇതൊന്നും അറിയാത്ത രീതിയിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് 1-2 പ്രാവശ്യം ഞാൻ അതിനെ തല്ലുകയും ചെയ്തു. പക്ഷെ എഗെയിൻ ഞാനുള്ളപ്പോൾ അതങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഞാനില്ലാത്തപ്പോൾ ഈ വില്ലൻ സ്വഭാവം അതിനുണ്ട്. ചില സമയത്ത് നമ്മളും ഇതാണ്. നമ്മൾ എത്ര ഈ രക്ഷിക്കപ്പെട്ടു വിശ്വാസത്തിലായെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ദൈവത്തിന് കൂടെ അല്ല നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മുടെ ഈ വില്ലൻ സ്വഭാവം, നമ്മുടെ ഈ നാച്ചുറൽ സ്വഭാവം, നമ്മുടെ ഫ്ലഷ് എന്നുള്ളത് ആ ഒരു ഫ്ലാഷ് ഉണ്ടാകും. നമ്മുടെ സിന്നിലേക്ക്, നമ്മൾ പാപത്തിലേക്കാണെങ്കിലും, പാപത്തിൽ മാത്രമല്ല നമ്മൾ വലിയ വലിയ തെറ്റുകളിലേക്ക് നമ്മൾ അറിയാതെ വീണുപോകും. അത് നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി
എപ്പോഴും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് പോലും പറഞ്ഞത് പരീക്ഷയിൽ അകപ്പെടാതെ, ആ ടെംപ്റ്റേഷനിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞ അതാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വറി ചെയ്യുന്നത് നമ്മൾ അറിയാതെ തന്നെ വറി ചെയ്യാറില്ല എന്ന് പറഞ്ഞ പോലെ ആ ഒരു പാർട്ടിലുള്ളത് എപ്പോഴും ദൈവത്തിലായിരിക്കണം ഫോക്കസ്. അത് മാറുമ്പോൾ നമുക്ക് ഈ ഒരു ടെൻഡൻസി ഉണ്ട്. അത് എത്ര വിശ്വാസിയാന്ന് പറഞ്ഞാലും നമ്മുടെ എഫക്റ്റീവ്നെസ്സിനെ അത് ബാധിക്കും, നമുക്ക് റിസീവ് ചെയ്യുന്നതിനെ അത് ബാധിക്കും. നമ്മൾ വലിയ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. വേറെ ടൈനിയുടെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാനാണ് വില്ലൻ. അതായത് ടൈനി ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത് അതിന് ഇഷ്ടമല്ല. അപ്പം എൻ്റെ ഒരു ഹോബിയാണ് ഇതിന് ഫുഡ് ഞാൻ കൊടുത്തിട്ട് കൂട്ടിൻ്റെ അകത്തിട്ടിട്ട് വെളിയിൽ നിന്നൊരു കോല് വെച്ചിട്ട് അതിങ്ങനെ പതുക്കെ ഇങ്ങനെ അനക്കുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വന്നിട്ട് ആ പല്ലെല്ലാം കൂടെ വെളിയിൽ വന്ന് ആ വടിയിൽ കടിക്കാൻ വരുന്നു, എൻ്റെ അടുത്തോട്ട് ചാടി വരുന്നു. കാര്യം അതിന് ഫുഡ് കഴിക്കണം, ആ കഴിക്കാനുള്ള ഫുഡ് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ കാണിക്കുന്ന ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്, ദോഷമാണ്. എന്നിട്ടും ഇതിൻ്റെ ഈ ദേഷ്യം കാണാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്യും. അന്നത്തെ ആ പ്രായം. അപ്പം ഇത് ദേഷ്യപ്പെട്ട് പിന്നെയും കഴിക്കാൻ വരുന്നു. അവസാനം ഞാൻ അതിനെ കഴിക്കാനും വിടും. ഒന്ന് ആലോചിക്കണം, അവിടെ എന്നെ യാതൊരു രീതിയിലും ഉപദ്രവിക്കാത്ത ഒരു പട്ടിയാണ്. എന്നെ ഭയങ്കര സ്നേഹവും ഭയങ്കര അനുസരണമുള്ള ഒരു പട്ടിയാണ്. വളരെ വളരെ കെയറിങ് ആയിട്ടുള്ളൊരു പട്ടി. അതിനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ്, അതിനെ പ്രകോപിപ്പിച്ചിട്ടാണ് അത് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അപ്പം അത് ദേഷ്യം വരുന്നു. ആ ദേഷ്യത്തിൽ ഒരുപക്ഷെ മനുഷ്യരാണെങ്കിൽ ചിലപ്പോൾ കൊലപാതകം വരെ നടക്കും. ആ ദേഷ്യത്തിൽ പലപ്പോഴും നമ്മളുടെ ഇമോഷൻസ് നമ്മളൊരു ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ പ്രൊവോക്ക് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ടെംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റിയാക്ഷൻസ് എന്നുള്ളത് അന്നേരത്തെ ആ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ അത് നമ്മുടെ സ്വഭാവമല്ല. ടൈനിയുടെ സ്വഭാവമല്ല എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുക എന്നുള്ളത്. അതിൻ്റെ അത് ആ ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ഇത് ഇങ്ങനെ ഒരു കാര്യമേ സംഭവിച്ചിട്ടില്ലെന്നുള്ള രീതിയിൽ എന്നോട് എല്ലാ തെറ്റുകളും ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ നടക്കുന്നത്. അതാ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതിന് സ്നേഹിക്കാനേ അറിയത്തുള്ളൂ, ക്ഷമിക്കാനേ അറിയത്തുള്ളൂ. പക്ഷെ മനുഷ്യർ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ അറിയാത്ത വായിൽ നിന്ന് ഓരോ വാക്കുകൾ വന്നുപോയി, അറിയാതെ അവരുടെ പ്രവൃത്തികളിൽ തെറ്റും, ആ ദേഷ്യത്തിന്റെ പുറത്ത് അവരൊന്നും ചെയ്തു. ഇത് വർഷങ്ങൾ കഴിഞ്ഞാലും ചിലരത് ഓർമ്മിപ്പിക്കും, സാത്താൻ ഓർമ്മിപ്പിക്കും. ഇതാണ് അവരുടെ ഐഡന്റിറ്റി എന്ന് അവരങ്ങ് വിശ്വസിച്ചു. മറ്റുള്ളവരെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ല. ആ ഒരു സാഹചര്യത്തിൽ അവരങ്ങനെ ആയിപ്പോയി. അത് എന്ത് തെറ്റായിക്കോട്ടെ നമ്മൾ അത് ഓർത്തുകൊണ്ടിരിക്കാതെ, ടൈനിയുടെ കാര്യം പറഞ്ഞപോലെ നമ്മൾ ഇഷ്ടം പോലെ നന്മയുണ്ട്. ആ നന്മകൾ നമ്മൾ ഓർക്കണം. ആ നന്മകളാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ദൈവം നമ്മളോട് ക്ഷമിച്ചു, നമ്മളോട് ക്ഷമിക്കാൻ പഠിക്കണം. നമ്മളത് ഓർത്തിരിക്കരുത്. നമ്മൾ രക്ഷിക്കപ്പെട്ടതാണ്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടതാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ വിശുദ്ധിയിലാണ് നമ്മൾ നടക്കുന്നത്. ദൈവം നമ്മളെ മാനിക്കുന്നുണ്ട്. ദൈവം നമ്മളെ കർത്താവിൻ്റെ രക്തത്താൽ തന്നെ കഴുകി ശുദ്ധീകരിച്ചതാണ്, നമ്മളെ മക്കളാക്കി മാറ്റിയതാണ്. അപ്പം ആ ഐഡന്റിറ്റിയിൽ നമ്മൾ നടത്തണം. എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വീഴ്ച പറ്റി നമ്മൾ അത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ നമുക്കത് തെറ്റ് പറ്റിപ്പോയി, ഞാൻ അങ്ങനെ കാണുന്നു, ദൈവം എന്നെ അങ്ങനെയാണ് കാണുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ദൈവത്തിൻ്റെ നമ്മളിലൂടെ ഒഴുകുന്ന ആ പവർ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യും. നമ്മളെപ്പോഴും ഒരു കണ്ടംപ്റ്റ് ഫീലിംഗ്, കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ അത് യൂസ്ലെസ് ആയിട്ടുള്ളൊരു നമ്മളെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാതായിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത് ടൈനിയുടെ ഒരു സ്വഭാവം. നാട്ടിൽ വന്നപ്പോൾ ടൈനിക്ക് അവിടെ ഒരു എനിമിയുണ്ട്, ഒരു ശത്രുവുണ്ട്, ടൈഗർ. വല്യമ്മച്ചി അവിടെ വളർത്തുന്ന എല്ലാ പട്ടിക്കും ടൈഗർ എന്നാണ് പേരിട്ടുണ്ട്.
അപ്പോൾ ഈ ടൈഗർ എന്ന് പറഞ്ഞാൽ അതും നല്ല സ്മാർട്ട് പട്ടിയാണ്, നാടൻ പട്ടിയാണ്, പക്ഷെ നല്ല സ്മാർട്ടാണ്, ഭയങ്കര സൈസാണ്. അപ്പോൾ ഈ ടൈനി എന്ന് പറയുന്ന കൊച്ച് ഡാഷ് ഉണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ടൈനിയും ടൈഗറും തമ്മിൽ ഒരു രീതിയിൽ ചേരത്തില്ല, തമ്മിൽ എപ്പോഴും വഴക്കാണ്. അപ്പം ടൈഗർ എന്നോടുള്ള പേടിയാണ് ടൈനിയെ ഉപദ്രവിക്കത്തില്ല. പക്ഷെ ടൈനി അങ്ങോട്ട് ചൊറിഞ്ഞോണ്ട് ചെല്ലും. ആ ഒരു സ്വഭാവം ടൈനിക്ക്. അവിടെ വേറെ പട്ടിയാണ്, ടൈനിയാണ് അവിടുത്തെ ഇത്രയും കൊച്ചു പട്ടിയാണ് അവിടുത്തെ രാജാവ് ടൈനിയാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ടൈനി നിൽക്കുന്നത്. അപ്പം എപ്പോഴും അതിൻ്റെ അടുത്ത് വഴക്കിടാൻ പോവുക. അപ്പം ഞാനുള്ളപ്പോൾ അതിനെ എങ്ങനെയും ഓടിച്ചു വിടുകയോ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ചില സമയത്ത് ടൈനി മാത്രമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ പുറകെ കാണും. ഇപ്പം ടൈനി അറിയുന്നില്ല ഞാൻ പുറകെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ടൈഗർ അവിടെ നിൽക്കുന്നു. ടൈനി അങ്ങോട്ട് കുറയ്ക്കാൻ തുടങ്ങും. അങ്ങോട്ട് ദേഷ്യം വന്ന് അങ്ങോട്ട് ഇപ്പം ശരിയാക്കി കളയുന്നുള്ള രീതി. അത് ടൈനിയും ടൈഗർ നിങ്ങൾ ശരിക്കും ഇമാജിൻ ചെയ്ത് നോക്കണം. ആ സൈസ് തമ്മിൽ യാതൊരു ഇതൊരു കൊച്ചു പട്ടി, മറ്റേത് ഭയങ്കര സൈസുള്ളൊരു പട്ടിയാണ്. ഇത് അതിനെ നോക്കിയാണ് ഈ വരട്ടുന്നത്. അപ്പോഴത്തേക്ക് ടൈഗർ അപ്പം അവിടെ നിന്നുകൊണ്ട് എന്നെ കണ്ടിട്ട് പതുക്കെ അവിടെ നിന്ന് ഒതുങ്ങി പോകാൻ നോക്കും. അപ്പോഴത്തെ ടൈനിക്ക് ഒന്നുകൂടെ ടൈനി വിചാരിക്കും ടൈനിയെ കണ്ടിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ചെല്ലും. അപ്പോഴത്തേക്ക് എനിക്ക് അറിയാതെ കടി കൂടാൻ പോവാണ്. ഞാൻ പിന്നെ അതിനെ ഓടിച്ചു വിടും. പക്ഷെ ഈ ധൈര്യം വെച്ചുകൊണ്ട് ഞാനില്ലാത്തപ്പം ടൈനി അതുമായിട്ട് വഴക്കിടാൻ പോകും. നല്ലതായിട്ട് കടി മേടിച്ചോണ്ടെങ്കിൽ വരും. നമ്മളുടെ ലൈഫിൽ നമ്മുടെ സക്സസ് എന്ന് പറയുന്ന പലതല്ല എല്ലാം തന്നെ, എല്ലാ നന്മകളും തന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നുള്ളത് നമ്മൾ മറന്നുപോയി. നമ്മൾ സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളിതെല്ലാം നേടി എന്ന് പറഞ്ഞ് തന്നെ പോയി ഓരോന്ന് ചെയ്യാൻ നോക്കുന്നു. അവിടെ ദൈവകൃപ കൊണ്ടാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദൈവം നമ്മളെ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നന്ദിയുള്ള ഹൃദയം നമുക്ക് വേണമെന്ന് പറയുന്നത്. താങ്ക്ഫുൾ ഹാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ് നമുക്ക് കൊണ്ടുവരും. നമ്മൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇമ്പോസിബിൾ എന്ന് പറയുന്നത് ഹിം പോസിബിളാണ്. വിത്ത് ഹിം ഇറ്റ് ഇസ് പോസിബിൾ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരിക്കലും ദൈവം ഇല്ലാതെ പോയി ചെയ്യാൻ നോക്കരുത്. അത് ഈ പറഞ്ഞ പോലെ കടി കൊണ്ടേച്ച് വരേണ്ടി വരും. ജസ്റ്റ് എ ഫ്യൂ തോട്ട്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം. താങ്ക് യു.